മനസ്സിലാക്കുമ്പോൾ, ആ സത്യം മനസ്സിലാക്കുമ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഭാഗം പൂർണ്ണമായും പറയുന്നത്. അപ്പൊ പലരും ചോദിക്കും, അപ്പൊ പിന്നെ ടീച്ചറെ ഇതൊന്നും വേണ്ടേ, ഒട്ടലില്ലാതെ ജീവിച്ചോളൂ. ഇവിടെ അത് പറയുന്നുണ്ട്. എങ്ങനെ ഒട്ടലില്ലാതെ ജീവിക്കുക? ഈ ജീവിതം ഒരു ചക്കയാണ് എന്ന് മനസ്സിലാക്കുക. ചക്ക മുറിക്കുമ്പോൾ നിങ്ങൾ ആദ്യത്തിരി എണ്ണ അങ്ങോട്ട് പുരട്ടി നോക്കൂ, വലിയ ഒട്ടലില്ലല്ലോ. അതുപോലെയാണ് ആത്മീയത. ജീവിതത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് ഒരു പുരാണം, ഒരു ഇതിഹാസം, ഭഗവത്ഗീത നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആത്മീയതയാകുന്ന ഇത്തിരി എണ്ണ അങ്ങോട്ട് പുരട്ടാം. ആത്മീയമാകുന്ന എണ്ണ പുരട്ടി ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ അവൻ ഒരിക്കലും തളരില്ല. ശ്രീരാമചന്ദ്രന് ആത്മീയമായ എണ്ണ പുരട്ടി കൊടുത്തു വിശ്വാമിത്ര മഹർഷി. അതുകൊണ്ട് അച്ഛൻ തളർന്നു വീണപ്പോ മകൻ തളർന്നില്ല. പ്രത്യേകിച്ച് ആരാ തളരേണ്ടത്? മകനാണ് രാജാവാൻ പറ്റാത്തത്. അച്ഛനാണ് തളരാതെ സമാധാനിപ്പിക്കേണ്ടത്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചത് എന്താ? ആത്മജ്ഞാനം ഉണ്ടെങ്കിലോ വേറൊന്നും വേണ്ട, എന്തെല്ലാം അറിവ് നമ്മൾ നേടുന്നു. അക്കാദമിക്കിന് വേണ്ടി അങ്ങോട്ട് ചെല്ലും സ്കൂളിലേക്കില്ലേ, രാമനെയും കൃഷ്ണനെയും ഇവിടെ പാഠപുസ്തകത്തിൽ കാണരുത് എന്നാ പറയുന്നത്. പണ്ടുണ്ടായിരുന്നു, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ ഭാഗമൊക്കെ ഇതിലുണ്ട്. മായാ നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോടുര ചെയ്താൽ. ഇതൊക്കെ 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ചു. ഇപ്പോഴോ ഒന്നുമില്ലാത്തൊരവസ്ഥ തന്നെയാ. ഇതിങ്ങനെ തോണ്ടി ഇപ്പോഴാണെങ്കിലോ അസുഖങ്ങളുടെ കാലഘട്ട. ഒരു ദിവസം അങ്ങോട്ട് പൊട്ടിപ്പോലെ കൊറോണ വന്നതിന് ശേഷം. അതൊന്നും മനസ്സിലാക്കിയാ നമുക്ക് ഒരിക്കലും ലൗകികതയുടെ പിറകെ അതെന്നെ സുഖം എന്ന് കരുതി പോവാൻ തോന്നില്ല. ഇവിടെ പറയാണ്, ഈ 3 ഗുണങ്ങള് മായയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. എങ്ങനെയാ ഈ 3 ഗുണങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഓങ്കാരമായ പൊരുൾ 3ആയി പിരിഞ്ഞു. ബ്രഹ്മം വിഷ്ണു മഹേശ്വരന്മാരായി മാറി. ബ്രഹ്മാവ് എന്തിനു വേണ്ടിയിട്ടാ? അത് വ്യക്തമായി പറയാ. രാമായണം നിങ്ങൾ ഇങ്ങനെ വായിച്ചു പോവില്ലേ? ബ്രഹ്മാവും വിഷ്ണുദാനും രുദ്രനും ഉണ്ടായി വന്നു. ലോക സൃഷ്ടിക്കൂ രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ധാതാനാഭിയിൽ നിന്നുണ്ടായി. ഇവിടെ പറയാ ലോക സൃഷ്ടിക്ക് വേണ്ടി രജോ ഗുണം. നോക്കൂ, രജോ ഗുണം ക്ഷത്രിയന്റെ സ്വഭാവ. അവർക്ക് ഇത്തിരി ഒരയ്ക്കണം, ചൂടുള്ള സ്ഥലത്തെ എന്തുണ്ടാവുന്നുള്ളൂ, സൃഷ്ടി നടക്കുന്നുള്ളൂ എന്നാണ്. അത് സത്യത്തിൽ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. രജോ ഗുണത്തിൽ നിന്ന് സൃഷ്ടി നടത്തുന്നതിനു വേണ്ടി ബ്രഹ്മദേവൻ ഉണ്ടായെങ്കിൽ തമോ ഗുണപ്രധാനിയായി മഹാദേവനിൽ നിന്നും സംഹാരമുണ്ടായി. അതേസമയം സ്ഥിതി പരിപാലനത്തിനു വേണ്ടി വിഷ്ണുദേവനുണ്ടായി. ഈ 3 ഗുണങ്ങളെ കുറിച്ച് പറയാണ്. എന്നിട്ട് പറയാണ്, സത്വമാം ഗുണത്തിങ്കൽ നിന്നു രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ടു സംഹരിപ്പാനും. ഇനി ഈ 3 അവസ്ഥകളെ കുറിച്ച് പറയാ. ഒരു 3ന്റെ കളിയാണേ.